ഹലോ ഫ്രണ്ട്സ്, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഡിലേ ആകുന്നു, എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് സംഭവിക്കുന്നില്ല എന്നുള്ളത്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു മാറ്റി വെച്ചിട്ട് പ്രപഞ്ചത്തിനൊരു നേട്ടവും ഇവിടെ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എത്ര നാൾ അത് മാറ്റി വയ്ക്കാൻ കഴിയും? നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തീർച്ചയായിട്ടും അച്ഛനോ അമ്മയോ ആ എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണെങ്കിൽ പോലും അത് നമ്മുടെ കയ്യിലേക്ക് എടുത്ത് തരും, അല്ലെ? അപ്പോൾ പ്രപഞ്ചം ഇങ്ങനെയല്ല. പ്രപഞ്ചം നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അത് അതുപോലെ തരിക എന്നുള്ളതാണ് പ്രപഞ്ചത്തിന്റെ ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ മാനിഫെസ്റ്റേഷൻ വൈകുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇതിന് 5 കാരണങ്ങളാണ് ഉള്ളത്. ആ 5 കാരണങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ സാധ്യമാകും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നുന്നു, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന റുട്ടീൻസ് നമ്മൾ എല്ലാ ദിവസവും ചെയ്തു പോകുന്നു. പക്ഷേ അത് കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിക്കുന്നതേയില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഓൾഡ് വേർഷനിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമോ ഒരു ന്യൂ വേർഷനിൽ സംഭവിക്കേണ്ട ഒരു കാര്യവുമാണ്, അല്ലേ? അപ്പോൾ അവിടെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സമ്പത്ത് ധാരാളമായി ആഗ്രഹിക്കുന്നു. അതൊരു മില്യണയർ മൈൻഡ് സെറ്റ് ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ മണി ഫ്രീഡം ആകാം, അല്ലെങ്കിൽ മണി അബണ്ടൻസ് ആകാം, എന്തുമാകാം. പക്ഷെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നമുക്ക് ഈ മണിയുടേതായിട്ടുള്ള ഒരു സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു അഭാവം നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു വേർഷനിൽ നിന്നുകൊണ്ടായിരിക്കും സമ്പത്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പഴയ വേർഷനിൽ നിന്നും പുതിയ വേർഷനിലേക്ക് നമുക്കൊരു മാറ്റം അവിടെ സംഭവിച്ചിട്ടില്ല, ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ചിട്ടില്ല. ഇനി ഒരു പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ, ആ മുറിവുകളിൽ നിന്നുകൊണ്ടാണ് പുതിയതിനെ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു എന്തെന്നില്ലാത്തൊരു സെൽഫ് ഡൗട്ട് നമ്മളെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും, ശരിയല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് വേർഷനിലാണോ ഇപ്പോൾ നിൽക്കുന്നത്, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ വേർഷനിലേക്ക് മനസ്സുകൊണ്ട്, മൈൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിലേക്ക് ഒന്ന് മാറാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷണൽ കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുവാൻ നമ്മുടെ മനസ്സ് തയ്യാറായിട്ടുണ്ടോ? അതായത് ഈ മിറാക്കിൾ സംഭവിക്കുമ്പോൾ നമ്മുടെ അൺപ്രിപ്പയർഡ് ആയിട്ടുള്ള മൈൻഡ് അതിനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പാട്ടിലൂടെയോ ഡാൻസിലൂടെയോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയോ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയെ കുറച്ച് ദിവസം എല്ലാവരും ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ ഒരു രൂപം ഉണ്ടാവില്ല, അവരെങ്ങോട്ട് പോയി എന്ന് പോലും നമുക്കറിയില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരാളുടെ കയ്യിലേക്ക് സമ്പത്ത് വരികയാണ്. ഇപ്പോൾ ലോട്ടറി അടിച്ച് കോടികൾ കയ്യിലേക്ക് വരുന്നു. ഇതിനെ ഉൾക്കൊള്ളുവാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. ഇദ്ദേഹത്തിന് മനസ്സത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് വന്നു ചേരുമ്പോൾ, ഇതെനിക്ക് യോഗ്യതയുള്ളതാണോ, ഇനി അല്ലെങ്കിൽ ജോബാണെങ്കിൽ പോലും ഇതിലെനിക്ക് യോഗ്യതയുണ്ടോ എന്നൊരു തോന്നൽ ഇവരിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഇവരിൽ ഉണ്ടാവുന്നു. അതായത് മനസ്സ് ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപായം സംഭവിക്കുമോ, അനവധിയായിട്ട് പണം ഇങ്ങനെ ഇരിക്കുകയാണ്, പിന്നെ ഇനി ആരെങ്കിലും അപായപ്പെടുത്തുമോ, ഇങ്ങനെയുള്ള സംശയങ്ങളും ഭയവും അയാളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇനി എന്ത് മുന്നോട്ട് ഞാൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവില്ല. ആകെ ബ്ലാങ്ക് ആയി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരുവാൻ തക്ക രീതിയിലുള്ള ഇമോഷണൽ കപ്പാസിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അങ്ങനെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ നിങ്ങൾ അതൊന്ന് പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് നമ്മളിങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അനുസരിച്ച്, അതിപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷനിങ്, ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ളതാകാം, അല്ലെങ്കിൽ പാസ്റ്റ് ഫെയിലുവേഴ്സ് ആകാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് നിനക്ക് അർഹതയില്ല എന്നുള്ള രീതിയിൽ ഒരു ബിലീവ് നമ്മളിലേക്ക് കൊണ്ടുവരും. ഇത് നമ്മുടെ പാസ്റ്റിൽ തന്നെ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷനിങ്ങിലൂടെയോ അല്ലെങ്കിൽ പാസ്റ്റ് ഫെയിലുവേഴ്സിലൂടെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പം പണത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്, നമ്മുടെ പേരൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വലിയ വിദ്യാഭ്യാസം നേടാനുള്ള യോഗ്യതയൊന്നുമില്ല, അല്ലെങ്കിൽ അതിനുള്ള പണമില്ല, അല്ലെങ്കിൽ നല്ല വസ്ത്രം എടുക്കുവാനുള്ള പണമില്ല, അല്ലെങ്കിൽ യോഗ്യതയില്ല. ഇങ്ങനെ ഈ രീതിയിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ ആ കുട്ടി തന്നെയാണ് വളർന്നെന്ന് നമ്മളായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് കണ്ടീഷനിങ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ
നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡ് ത്രൂ ആണ് ഈ മാനിഫെസ്റ്റേഷൻ സംഭവിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ മെൻ്റൽ കണ്ടീഷനിങ് നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മളൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ആഗ്രഹങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഓൾഡ് ലൈഫ് കൊളാപ്സ് ഫേസ് എന്നുള്ളതാണ്. പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിൽ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അടിക്കടി ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. നല്ല കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും ആ ഡെയിലി റുട്ടീൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, പങ്ക്ച്വാലിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അടിക്കടി പ്രശ്നങ്ങൾ തന്നെയാണ് വരുന്നത്. ചേട്ടാ ഇത് എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് കരുതി നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ദ ആളുകളും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്ത് പുറകോട്ടേക്ക് പോകും എന്നുള്ളതാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ഓൾഡ് വേർഷനും ന്യൂ വേർഷനും. ഈ ഓൾഡ് വേർഷനും ന്യൂ വേർഷനും തമ്മിലുള്ള ഒരു ബാറ്റിൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഇത് രണ്ടും തുല്യ ശക്തികളാണ്. ഈ ദൈവം സാത്താൻ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് പോലെ തുല്യ ശക്തികൾ ആണ് നമ്മുടെ ഓൾഡ് വേർഷനും ന്യൂ വേർഷനും. ഓൾഡ് വേർഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനായിട്ട് നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായിട്ട് സ്ഥിരപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇനി ന്യൂ വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആഗ്രഹം അല്ലേ, അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യ ശക്തികളാണ്. അപ്പോൾ ഇത് തമ്മിലൊരു ബാറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഒരു മെൻ്റൽ കണ്ടീഷനിങ് അനുസരിച്ചിട്ടാണ് നമുക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നത്. ഭൂരിഭാഗം ആൾക്കാർ എന്ത് ചെയ്യും? ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, എന്തെല്ലാം പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ കയറി വരികയാണ്. എന്നാൽ ചുരുക്കം ചില ആളുകൾ ഇതിനെ ഓവർകം ചെയ്തു. എന്താ പറയുക, ഞാൻ എന്തായാലും ഇറങ്ങി, എന്തായാലും വിജയിച്ചിട്ടേ ഉള്ളൂ കാര്യം, നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം എന്ന് പറയുന്നത് പോലെ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അവിടെ വിജയം സാധ്യമാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബാറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ ഉടൻ സാധ്യമാണ്. ഇനി വെറുതെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിട്ടല്ല ഇത് പറഞ്ഞു കേട്ടോ. വെറുതെ ഇരിക്കുന്നവർക്ക് എപ്പോഴും ഈ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെയുള്ളവരല്ല, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും പ്രശ്നങ്ങൾ. നിങ്ങളൊന്ന് കാമാവുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് റോങ് ടൈം ലൈൻ എക്സ്പെക്ടേഷൻ ആണ്. നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു സമയം വരെ ഒരനക്കവും ഇല്ല. പക്ഷെ ഒരു സമയം അങ്ങോട്ട് പിന്നിടുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു റഷാണ്. കുറേ ഇൻ്റർവ്യൂസിന് നമ്മൾ ഇങ്ങനെ ബയോഡേറ്റയും മറ്റുമൊക്കെ അയച്ചു, എങ്ങൊന്നും വിളിക്കുന്നില്ല. പക്ഷേ വിളിച്ചു തുടങ്ങുമ്പോഴാണെങ്കിൽ എല്ലായിടത്തുനിന്നും വിളിയായിരിക്കും. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ചേട്ടാ ഇനി എങ്ങോട്ടേക്ക് പോകണം, ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഏത് റൈറ്റ് ആണ് ഏത് റോങ് ആണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു ഐഡിയ നമുക്കുണ്ടാവില്ല. ഫുൾ ബ്ലാങ്ക് ആവുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ഈ പണം സമ്പാദിക്കേണ്ടതിനുള്ള ഒരു മാർഗം എന്ന നിലയിൽ ഒരുപാട് സോഴ്സുകൾ നമ്മളിലേക്ക് വന്നു ചേരാം. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ചിലരൊക്കെ എന്താണ്, കരിയറൊക്കെ എന്താ പറയുക, നിൽക്കുന്ന കരിയറിൽ നിന്നും ജമ്പ് ചെയ്ത് അടുത്ത കരിയറിലോട്ടൊക്കെ പെട്ടെന്ന് പോവുകയും പെട്ടെന്ന് ഏതെങ്കിലും ചതിക്കുഴികളിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലേക്കൊക്കെ തല വെച്ച് കൊടുത്ത് പണി വാങ്ങുന്നവരുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ഏതെങ്കിലും റോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്നതിനും കാരണമാവുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശരിയായ ഒരു കാര്യം തെറ്റായ ഒരു സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ എല്ലാം തെറ്റായിട്ട് തന്നെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ കാര്യമായിരിക്കണം, ശരിയായ സമയത്ത് തന്നെ സംഭവിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊന്ന് കാമാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 5 കാരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ വൈകുന്നതിന് അല്ലെങ്കിൽ ഡിലേ ആകുന്നതിന് കാരണമായിട്ട് വരുന്നത്. നിങ്ങളിതിൽ ഏതാണ് ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, തീർച്ചയായും നിങ്ങളിതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ, അതിനുവേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. സ്റ്റോപ്പ് ഫോഴ്സിങ്. അതായത് യൂണിവേഴ്സിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. യൂണിവേഴ്സിനെ നമ്മളിൽ ഫ്ലോ ചെയ്യിക്കുവാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. ആ ദൈവികമായിട്ടുള്ള എനർജി നമ്മളിലൂടെ ഒഴുകട്ടെ. നമ്മളത് ഫോഴ്സ് ചെയ്ത് നമ്മളതിനെ നമ്മളുടെ വശത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിയല്ലേ? 2 പറയുന്നത് സ്റ്റെബിലൈസ്ഡ് ഇമോഷൻസ് എന്നുള്ളതാണ്. അതായത് മനസ്സിനെ നിയന്ത്രിക്കുക. മനസ്സിൻ്റെ ചാഞ്ചാട്ടം എന്താണോ അതിനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയണം. അതായത് എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അതിനെ ചേസ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് അട്രാക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അലൈൻഡ് റുട്ടീൻസ് അത് കണ്ടിന്യൂ ചെയ്തു പോവുക. അഫർമേഷൻ ചെയ്യുന്നതോ വിഷ്വലൈസേഷൻ ചെയ്യുന്നതോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ കൂടെ തന്നെ ആക്ഷൻസ്, ഇതെല്ലാം കൃത്യമായിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്ത്
പോയിക്കൊണ്ടേയിരിക്കുക. എങ്ങനെയാണോ നമ്മൾ തുടങ്ങിയത് അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അത് അതുപോലെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെഡ്യൂസ് കമ്പാരിസൺ. അയ്യോ, അയാളും ഞാനും ഒരുമിച്ച് തുടങ്ങിയതാണല്ലോ, അയാൾ ബഹുദൂരം മുൻപിലെത്തിയല്ലോ, ഞാൻ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഒരു കാരണവശാലും അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഓരോരുത്തരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വേറെയാണ്, ഓരോരുത്തരുടെയും ഹീലിംഗ് പോയിന്റ് എന്ന് പറയുന്നതും വെവ്വേറെയാണ്. അതുകൊണ്ട് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, നമുക്കൊരു ഹീലിംഗ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് കൃത്യമായിട്ട് തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 5 കാരണങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുക തന്നെ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ കഴിയുന്നതാണ്.